എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, ബീയിങ് ഇൻ എ ടെറിബിൾ പൊസിഷൻ ഈസ് ദ ബെസ്റ്റ് പൊസിഷൻ ടു ചേഞ്ച് യുവർ ലൈഫ്. ഈ വീഡിയോ നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണാൻ കാരണം, നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളിപ്പോൾ പോകുന്ന റൂട്ട് കറക്റ്റ് അല്ല. ഇപ്പോൾ നിങ്ങളെ ലൈഫ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ദ ലൈഫ് ദാറ്റ് യു വാണ്ടഡ്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ലൈഫ് അല്ല ഉള്ളത്. എനിക്കിത് ചേഞ്ച് ചെയ്യണം എന്നുള്ള റിയലൈസേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ എടുത്തത്. സോ ദ ഗുഡ് ന്യൂസ് ഈസ് മൈ ഫ്രണ്ട്, ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്താണ്? ദ മെയിൻ പ്രോബ്ലം, ദ കംഫർട്ട് ക്രൈസിസ്. നമുക്കെല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ആരും സ്റ്റാർവേഷനിലേക്ക് പോകണില്ല. നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കിട്ടും. ക്ലോത്തിങ് കാര്യങ്ങൾ, ഷെൽട്ടർ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമുക്ക് അതിനൊന്നും ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പണ്ടത്തെ പോലെ. അതുപോലെ സോഷ്യൽ കണക്ഷൻസിനാണെങ്കിലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ല. എല്ലാം എന്താണ്, നമുക്ക് ഇങ്ങോട്ട് വരുന്ന രീതിയിലാണ്. ദാറ്റ്സ് എ കംഫർട്ട് ക്രൈസിസ്. അപ്പോൾ എങ്ങനെ നമുക്ക് ആ ട്രാപ്പിൽ പെടാതെ, ഈ 99% ആൾക്കാരും പെടുന്ന ആ ട്രാപ്പിൽ പെടാതെ എല്ലാവരും ഒഴുക്കിൻ്റെ ഒപ്പം ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒഴുക്കിനെതിരെ നീന്താൻ പറ്റും? You do exactly what I say in this video. Start improving every aspect of your life that you can control or you can change. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ടെൻഷൻ അടിക്കരുത്. അങ്ങനത്തെ കമൻറ്റുകൾ കുറേ വരലുണ്ട്. അതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എങ്ങനെ ബ്രോ ഹൈറ്റ് കൂട്ടാം എന്നൊക്കെ പറഞ്ഞാണ്ട്, കണ്ണിൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യുക, ബോണ്ട് സ്ട്രക്ചർ എങ്ങനെ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യാം. ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ചേഞ്ച്. ഫസ്റ്റ് ഞാൻ പറയുന്ന സംഭവമാണ് പ്രയോറിറ്റൈസ് യുവർ ഹെൽത്ത്. ഐ ഡോണ്ട് കെയർ എന്ത് ആക്ടിവിറ്റിയാണ് നിങ്ങൾ ചെയ്യണത്, പക്ഷേ ഇതിലൊരു വലിയൊരു സംഭവം ഉണ്ട്. അതായത് ഫിസിക്കൽ ഹെൽത്ത് കെയർ ചെയ്യുക എന്നുള്ളതിൽ. ഇത് ഫിസിക്കലി മാത്രമല്ല നമുക്ക് ഉപകാരം ഉണ്ടാക്കി തരാം, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടിത്തരും. നമ്മൾ കൂടുതൽ ക്ലിയർ ആയിട്ട് ചിന്തിക്കാൻ സഹായിക്കുന്നുണ്ട്. നമ്മളെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹെവി വർക്കൗട്ടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ഒരു മാരത്തോണൊക്കെ ഓടിക്കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ എൻഡോർഫിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നമുക്കൊരു ഹാപ്പി മൂഡിലേക്ക് നമ്മൾ മാറലുണ്ട്. അത് വർക്കൗട്ട് ചെയ്യണവർക്കറിയാം, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള ഫീലിംഗ് അല്ലേ. അപ്പോൾ ഈ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് ഈ ഡിപ്രഷനിലേക്കൊക്കെ പോവുക. ഇങ്ങനെ ഹെവി വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അയാൾക്ക് ജീവിതത്തിൽ എന്ത് ബാഡ് അവസ്ഥകൾ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ ഈ ഒരു സംഭവം കൊണ്ട് മൂപ്പർക്ക് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്താണ്. അതെനിക്ക് അറിയില്ല നിങ്ങൾ എന്തായിക്കോട്ടെ ചെയ്യണത്, ജിമ്മ് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഓടായിക്കോട്ടെ, അല്ലെങ്കിൽ സൈക്ലിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബോക്സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കായിക്കോട്ടെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. മൂവ് യുവർ ബോഡി, ഡു ഹാർഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്. ഒരു സംഭവം കൂടി ഉണ്ടായില്ല. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവം മനസ്സിലാവും, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇന്ന് ഞാൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള മനസ്സിലാവും. പിന്നെ ഒരു കാര്യം മനസ്സിലാവും, ആദ്യം സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ പെയിൻ ഉണ്ടാവും. അതുപോലെ നമ്മൾ ആദ്യം വീക്കായിരിക്കും, പിന്നെയാണ് നമ്മൾ സ്ട്രോങ് ആവുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അടുത്തത് പ്രാക്ടീസ് ഡിസിപ്ലിൻ. ഇവിടെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, എപ്പോഴും നമ്മൾ മോട്ടിവേഷന് വേണ്ടി കാത്തിക്കും. അപ്പോൾ ഇന്ന് ജിമ്മൊക്കെ ഇങ്ങനെ പോകാനൊരു ഊറ്റുണ്ട്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോവുക, അല്ലെങ്കിൽ ഇന്ന് പഠിക്കാനൊരു ഒരു മൂഡ് വരുമ്പോൾ പഠിക്കുക എന്നുള്ള രീതിയിൽ കാത്തു നിൽക്കലുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ഡിസിപ്ലിനോട് ഞാൻ ഉദ്ദേശം എന്താ വെച്ചാൽ, ഈ ഒരു ഫാക്ടറിന് വില കൊടുക്കരുത്. അതായത് ഞാൻ ചില വീഡിയോയിൽ പറയലുണ്ട്, നമുക്കിപ്പോൾ ഒരു പർപ്പസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ മോട്ടിവേഷൻ അവിടെ ഉണ്ടാവും എന്നുള്ളത്. അത് ചില സമയങ്ങളിൽ നമ്മൾ അത് വെച്ചാണ്ട് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാണ്ട് നമ്മളെ പുഷ് ചെയ്യേണ്ടി വരും. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഇപ്പോൾ രാവിലെ എണീക്കുന്നു, എനിക്ക് കണ്ടൻറ് ഉണ്ടാക്കണം, ഇന്ന സംഭവമാണ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഇന്ന് ഇത്ര ഉണ്ടാക്കണം, അപ്പോൾ ഇന്ന് ഇത്ര വ്യൂസ് ഉണ്ടാവും, അപ്പോൾ ഇത്ര ആൾക്കാർ കാണും, ഇത്ര സബ്സ്ക്രൈബേഴ്സ് കൂടും, ഇത്ര ഫോളോവേഴ്സ് കൂടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും ചില ദിവസങ്ങൾ കണ്ടൻറ് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കും ചെയ്യും, രസമായിരിക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ ഞാൻ രാത്രി ഉറങ്ങാൻ വൈകിയിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ നേരത്തെ എണീക്കുമ്പോൾ ഒരു മെൻ്റലി ഒരു സുഖം ഉണ്ടാവില്ല, അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി വൈകി ഉറങ്ങി രാവിലെ നേരത്തെ എണീക്കാൻ മറന്നുപോയി, നമ്മുടെ ഷെഡ്യൂൾ ആകെ തെറ്റി, നേരെ ഒരു 8 മണിയോ 7 മണിയൊക്കെ ആയി വിചാരിച്ച എണീക്കാൻ. അപ്പോഴൊക്കെ നമ്മൾ ആ ഒരു ഫ്ലോ പോയല്ലോ, നമ്മൾ എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഫ്ലോ പോയി. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ എനിക്കിപ്പോൾ മോട്ടിവേഷൻ ഇല്ല, എനിക്കിപ്പോൾ കണ്ടൻറ് ഉണ്ടാക്കാൻ തോന്നുന്നില്ല. ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, എങ്ങനെയെങ്കിലും ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടേ മതിയെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലേസി ഫീലിംഗ് ആണ് വിചാരിച്ചോ, സ്റ്റിൽ ഐ മേക്ക് കണ്ടൻറ്. എൻ്റെ യൂട്യൂബ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ ആൾമോസ്റ്റ് എവറി ഡേ കണ്ടൻറ് പോസ്റ്റ് ചെയ്യലുണ്ട്. ചില ദിവസങ്ങളിൽ അത്രയും ഇടാൻ പറ്റാത്ത ദിവസങ്ങളിലാണ് കണ്ടൻറ് മിസ്സായിട്ടുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് മോട്ടിവേഷന് വേണ്ടി ഇപ്പോൾ കണ്ടൻറ് ഇടാൻ തോന്നുന്നില്ലെങ്കിലും എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് എന്ന് പറയുന്നത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ ആക്ട് എന്ന് പറയുന്നത് എന്താണോ അത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ. സോ ദിസ് ഈസ് വാട്ട് യു ഷുഡ് പ്രാക്ടീസ്. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ യെസ്,
എന്താണ് എല്ലാ ദിവസവും ഷെഡ്യൂളിൽ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ആക്ട് ചെയ്യണം. അതിന് മോട്ടിവേഷന് വേണ്ടിയോ മൂഡിന് വേണ്ടിയോ കാത്തു നിൽക്കരുത്. ഒരു പോസിറ്റീവ് മൂഡാണെങ്കിലും നെഗറ്റീവ് മൂഡാണെങ്കിലും ഗെറ്റ് ദ വർക്ക് ഡൺ. ഒരു അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓനിപ്പോൾ ഹാപ്പിയാണ് സാഡാണ് അതിനനുസരിച്ച് അവലോനക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുക. എല്ലാ ദിവസവും ചെയ്യേണ്ടി വരും, എന്നാലും ഓൻ്റെ കോമ്പറ്റീറ്റേഴ്സിന് ഓനക്ക് ഔട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇത് എല്ലാ കേസിലും ഇത് അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് വി ആർ ലാക്കിംഗ് ടുഡേ എ ലോട്ട്. ഗെറ്റ് സൺലൈറ്റ് എവറി ഡേ. സൺലൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വെയിൽ കൊള്ളണമെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു 6:30-ക്കോ 7 മണിക്കോ ആണ് പുറത്ത് കറങ്ങണം വിചാരിച്ചോ. അപ്പോൾ ഒരു സൂര്യൻ ചിലപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ടല്ലോ, 7 മണിക്കൊക്കെ എത്തിയിട്ടുണ്ടാവും. ഒരു 6:30-കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉദിച്ച് വരുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് പുറത്തുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ഒക്കെ പ്രകാശം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ സൺലൈറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അങ്ങനെങ്കിലും എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 5 to 10 മിനിറ്റെങ്കിലും ഏർലി മോർണിംഗിൽ സൺലൈറ്റ് കിട്ടാൻ നോക്കുക. അതേപോലെ വെയിലുള്ള ടൈമിലാണെങ്കിൽ ഒന്നുകൂടി ബൂസ്റ്റ് ആയിരിക്കും. അതുപോലെ ഈവനിങ് സൺലൈറ്റ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഫുൾ ഇൻഡോഴ്സിലായതുകൊണ്ട് തന്നെ നമ്മളെ വർക്കായാലും ഇപ്പോഴത്തെ വർക്കായാലും ഇനിയിപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും വെക്കേഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ വൈഫൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഫുൾ ഇൻഡോഴ്സിലാണ്, നമുക്ക് സൺലൈറ്റ് മര്യാദ കിട്ടുന്നില്ല. അപ്പോൾ സൺലൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിപ്രഷനും അതുപോലെ സൺലൈറ്റും ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ സംഭവമാണ്. അതായത് ഞാനിപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത് എന്താണ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ, ഡയറക്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റതും കൂടും. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പോൾ മറ്റത് കുറയും. അപ്പോൾ ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കി, നമുക്ക് സൺലൈറ്റ് കിട്ടുന്നതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. മനസ്സിലായോ? അതേ പറഞ്ഞു. ഈവൻ അതൊരു ക്ലൗഡി ദിവസമാണെങ്കിൽ പോലും പുറത്തുള്ള സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ, ഇന്ന് അവിടെ സൺലൈറ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കും ഇപ്പോൾ അകത്തുള്ള ഈ ലൈറ്റിൻ്റെ അത്ര ഒന്നും കുത്തലൈനില്ലല്ലോ, അപ്പോൾ ഇതൊക്കെ എടുത്താൽ പോരെ, ഈ ലൈറ്റൊക്കെ കിട്ടിയാൽ പോരെ വെച്ചാൽ ഇതിനൊക്കെ വ്യത്യാസമുണ്ട്. സൺലൈറ്റ് ആകെ സ്കാറ്റേർഡായി വരുന്നതുകൊണ്ടാണ് നമുക്ക് അത്ര പവർ തോന്നാത്തത്. പക്ഷേ ഈ ലൈറ്റൊക്കെ വളരെ കുറഞ്ഞ എനർജി ഉണ്ടാവുള്ളൂ. അതിൽ സൺലൈറ്റ് മിനിമം 10,000+ ലക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഡെയിലി സൺലൈറ്റ് കിട്ടാൻ നോക്കുക. അതും ഉച്ചക്കും അതുപോലെ 10 മണിക്കും 12 മണിക്കും അങ്ങനത്തെ വെയിലുള്ള സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ദ ബെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് ബിക്കം എ ലൈഫ് ലോങ് ലേണർ. ആൾവേസ് എ സ്റ്റുഡൻറ് മെൻറ്റാലിറ്റി നമ്മൾ പറയല്ലോ. ചില ആൾക്കാരുണ്ട് മൈൻഡിൽ എപ്പോഴും എങ്ങനെ ആയിരിക്കും അറിയോ, നമ്മൾ സ്കൂൾ ടൈം അല്ലെങ്കിൽ കോളേജ് ടൈം അല്ലെങ്കിൽ ഇപ്പോൾ ഞാനൊരു ഇത്ര പ്രായമായി, എൻ്റെ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞു, ഇനിയിപ്പോൾ ജോലി വർക്ക് അങ്ങനത്തെ സംഭവമായി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. സോ ഐ ജസ്റ്റ് ലോസ്റ്റ് റെസ്പെക്ട് ഫോർ ദം. യു ഷുഡ് ബി എ ലൈഫ് ലോങ് ലേണർ. കാരണം നമ്മൾ മരിക്കണത് വരെ അവിടെ ലേണിങ് നടക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതോ ലേണിങ് നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഐ ഓൾറെഡി നോ അലോട്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഇനി പഠിക്കാനൊന്നുമില്ല എന്നുള്ളൊരു ഈഗോയിസ്റ്റിക് മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ മേ ബി ദിസ് ചാനൽ ഈസ് നോട്ട് ഫോർ യു. എനിക്ക് വേണ്ടത് എപ്പോഴും ലേൺ ചെയ്യാൻ, നമുക്ക് അറിയാത്ത കാര്യങ്ങൾ എപ്പോഴും പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. സോ മൈ ഫ്രണ്ട്, സ്റ്റാർട്ട് ലേണിംഗ് ഫ്രം ബുക്സ്, പോഡ്കാസ്റ്റ്. ബുക്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തിനെ കുറിച്ച് ആലോചിച്ചാണെങ്കിലും അതിനെക്കുറിച്ച് ബുക്ക് ഉണ്ടാവും. നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ട്, ഓക്കെ, നമുക്ക് നമ്മുടെ ജോലി ഇഷ്ടമല്ല, രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ വർക്ക് ചെയ്യേണ്ട, നമുക്ക് ആ കുറച്ച് ശമ്പളം കിട്ടുള്ളൂ, നമുക്ക് ആ ജോലി കിട്ടിയതാണ്, നമുക്ക് ബിസിനസ് തുടങ്ങണം, ബുക്കുണ്ട്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ അടിപൊളിയാക്കണം, ബുക്കുണ്ട്. നമ്മുടെ മാരേജ് റിലേഷൻഷിപ്പ് എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം, ബുക്കുണ്ട്. എങ്ങനെ നമുക്ക് സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാം, ബുക്കുണ്ട്. എങ്ങനെ നമ്മൾ ഡോപ്പമിൻ ഡീറ്റോക്സ് ചെയ്യാം, ബുക്കുണ്ട്. എങ്ങനെ ഡീപ്പ് വർക്ക് ചെയ്യാം, ബുക്കുണ്ട്. എങ്ങനെ പൈസ ഉണ്ടാക്കാം, ബുക്കുണ്ട്. സോ യു ക്യാൻ തിങ്ക് ഓഫ് എനി പ്രോബ്ലം. അതിൽ മോസ്റ്റ് പ്രോബ്ലംസിനും ആരെങ്കിലുമൊക്കെ ആയിട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. സോ ലേൺ ഫ്രം ബുക്സ്. അതേപോലെ ഈ ബുക്സുകൾ എഴുതിയ പല ഓതേഴ്സിൻ്റെയും പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ എൻ്റർപ്രണേഴ്സിൻ്റെയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊക്കെ പോഡ്കാസ്റ്റുകൾ ഉണ്ടാവും. അതിൽ നിന്ന് പഠിക്കാം. ലൈഫിൽ നിന്ന് തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങിയാണ്ട് പഠിക്കാം. സോ ഡോണ്ട് ബി ആൻ അറോഗൻ ഗായ്. എന്നിട്ട് വിചാരിക്കുകയാണ് എനിക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ഒരു അറോഗൻ പേഴ്സൺ ആവരുത്, ഈ വിചാരിക്കുക എനിക്കൊക്കെ അറിയാമെന്നുള്ള രീതിയിലല്ല. നമുക്ക് ഓൾവേസ് ലൈഫ് ലോങ് ലേണിംഗ് ആണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലുള്ള ആ ഒരു പ്രൈമറി എഡ്യൂക്കേഷൻ ടു നമ്മൾ എത്ര വരെയാണോ പഠിക്കുന്നത്, കോളേജ് വരെയാണെങ്കിൽ കോളേജ് വരെ, അല്ലെങ്കിൽ എന്തെങ്കിലും കോഴ്സ് വരെയാണെങ്കിൽ അങ്ങനെ അതുവരെ അല്ല നമ്മൾ പഠിത്തം എന്ന് പറയുന്നത്. ഇറ്റ്സ് ലൈഫ് ലോങ്. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മെൻറ്റാലിറ്റികൾ പറഞ്ഞു, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് റെഡിയാക്കുന്ന കാര്യം പറഞ്ഞു, അതുപോലെ സൺലൈറ്റിൻ്റെ കേസ് പറഞ്ഞു, അതുപോലെ നമ്മൾ ഡിസിപ്ലിൻ്റെ കേസ് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ലേണിങ്ങിൻ്റെ കേസ് പറഞ്ഞു. എപ്പോഴും ലേണിങ്. അടുത്താണ്, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷനും ഒരു ക്ലാരിറ്റിയും കിട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആകെ മൈൻഡ് കളക്റ്റഡായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ ടാസ്ക്, ഒരു ഈസി വിന്നാണ്. ക്ലീൻ യുവർ റൂം ആൻഡ് യുവർ ഡെസ്ക്. നിങ്ങൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം ഡെസ്ക്, അതേപോലെ റൂം,
ആകെ അലങ്കോലമായിട്ടാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഷോസ് യുവർ മൈൻഡ്, ദാറ്റ് ഷോസ് യുവർ ലൈഫ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇറ്റ്സ് ആൻ സച്ച് ആൻ ഈസി വിൻ. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇമ്പാക്റ്റും ഉണ്ട്, അതിന് അത്യാവശ്യം ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാ അലങ്കോലമായി നിൽക്കുന്ന പൊടി പിടിച്ചൊക്കെ കിടക്കുന്നൊക്കെ ഒന്ന് തോത്തി ആ ബുക്കുകളൊക്കെ ഒന്ന് കറക്റ്റ് ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും എവിടെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഓർഡർ എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ബെഡൊക്കെ വിരിച്ച് എല്ലാം ഒന്ന് നീറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വർക്ക് ചെയ്യാനും നമുക്ക് എന്തുണ്ടാവും, വർക്ക് ചെയ്യാനായിക്കോട്ടെ, പഠിക്കാനായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് അവിടെ പ്രൊഡക്റ്റീവായിട്ട് സംഭവം ചെയ്യാനുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടാവും അവിടെ. എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്യലുണ്ട്. ഞാനിപ്പോൾ എൻ്റെ റൂമിൽ നിന്നാണ് പഠിക്കലും കാര്യങ്ങളും, അത് ബുക്ക് വായിക്കലും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ എപ്പോഴും പൊടി നിറഞ്ഞാണ്ട് ഇങ്ങനെ മാറാലൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കുന്ന ടൈം ആവുമ്പോൾ എനിക്കൊരുമാതിരി ഒരു ഗതികേടാണ്. നമ്മളൊരു ആകെ ഒരു അലങ്കോലായിക്കാണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആണ്, നിലൊന്നും ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ഒരു മര്യാദക്കൊരു ഫോക്കസ് കിട്ടില്ല. അപ്പോൾ ഞാനത് ആദ്യം ക്ലീൻ ചെയ്യും, എന്നിട്ട് പഠിക്കാനിരിക്കുള്ളൂ അല്ലെങ്കിൽ വായിക്കാനിരിക്കുള്ളൂ. സോ ട്രൈ ദാറ്റ് ഇഫ് യു ഫീൽ ലൈക്ക് യു ഡു നോട്ട് ഹാവ് ക്ലാരിറ്റി. അടുത്താണ് 6ാമത്തത്, കട്ട് ഔട്ട് ബാഡ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റഡ് ടു ബാഡ് ഹാബിറ്റ്സ്. അതായത് എല്ലാവരും ഇപ്പോൾ നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ നമ്മൾ ചില ഹാബിറ്റുകൾ ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വേറെയുള്ള കുറ്റം പറയുന്ന ആളാണ്, അതുപോലെ നമുക്ക് അതുപോലത്തെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ നമുക്കായിട്ടൊരു ടൈമുണ്ട്, ഈവനിങ് ആയിക്കോട്ടെ അല്ലെങ്കിൽ രാത്രി ആയിക്കോട്ടെ, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ്ട് ഇങ്ങനെ ഗോസിപ്പ് ചെയ്യും, അല്ലെങ്കിൽ വേറെയുള്ള പച്ചറച്ചി തിന്നാന്നൊക്കെ പറയില്ല, കുറ്റം പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ഫ്രണ്ട്സുകൾ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ സ്മോക്കിങ്ങിന് നമ്മളെ കൂടെ കമ്പനിയായിട്ട് വലിയ കമ്പനിയായിട്ടുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടാവും. ഇങ്ങനെ എന്തെങ്കിലും ബാഡ് ഹാബിറ്റ്സ് റിലേറ്റഡ് ആയിട്ട് മേ ബി ചിലപ്പോൾ പാർട്ടിങ് അല്ലേ, നമ്മൾ മറ്റേ ക്ലബിലൊക്കെ പോയി പാർട്ടി ചെയ്യുന്ന അങ്ങനത്തെ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മളെ കൂട്ടത്തിലുണ്ടാവുക. അങ്ങനത്തെ പരിപാടിക്ക് പോകുമ്പോൾ മാത്രമല്ല നമ്മളിപ്പോൾ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ പോലെയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ ലൈഫിലുള്ള ഫ്രണ്ട്സ് അല്ല, അത് ആ ഒരു ബാഡ് ഹാബിറ്റ് റിലേറ്റഡ് ആണ്. അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മെല്ലെ എന്ത് ചെയ്യുക, അഗ്രസീവായിട്ട് ഒഴിവാക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ബിസി ചെയ്താണ്ട് ആക്ട് ചെയ്യുക, മെല്ലെ ഇങ്ങനെ ഡിസ്റ്റൻസ് പാലിക്കുക, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ പതുക്കെ പോലെയായിട്ടുള്ള റിലേഷൻ ഇങ്ങനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ഒറ്റക്കാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി അലോൺ ദാൻ ഇൻ എ ബാഡ് കമ്പനി. ഞാൻ എപ്പോഴും പറയുന്ന സംഭവമാണ്. എന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നല്ല ആൾക്കാർ എന്ത് ചെയ്യും, ആ ഒരു പാത്തിലുള്ള ആൾക്കാർ നിങ്ങൾ പിന്നീട് ഭാവിയിൽ കണ്ടുപിടിക്കും. 7ാമത്തെ കാര്യമാണ് യൂസ് ഇൻസ്റ്റഗ്രാം ഫോർ ഗുഡ് തിങ്സ്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് ബോയ്സിനോടാണ്. നിങ്ങളെ ഫീൽഡിലും അതുപോലെ നിങ്ങൾ എക്സ്പ്ലോർ പേജിലൊക്കെ വരുന്നത് ഫുള്ളും ഇൻസ്റ്റഗ്രാം മോഡൽസും അതുപോലെയുള്ള ഗേൾസിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നോ വണ്ടർ യു ആർ നോട്ട് സ്റ്റിക്കിംഗ് ടു ഗുഡ് ഹാബിറ്റ്സ്. അതൊക്കെ എന്ത് ചെയ്യാം, അതിൽ തന്നെ നമുക്ക് ക്ലിക്ക് ചെയ്താണ്ട് നോട്ട് ഇൻട്രസ്റ്റഡ് ആക്കാൻ പറ്റും. അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫുള്ള് നിങ്ങളെ ഇൻട്രസ്റ്റിലുള്ള വേറെ എന്തെങ്കിലും സ്പോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ കോഡ്സുകളോ അങ്ങനത്തെ ബുക്സ് റിലേറ്റഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുക. എന്നിട്ട് ആവശ്യമില്ലാത്തൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ ബാഡ് ഹാബിറ്റ്സിലേക്ക് നയിക്കുന്ന സംഭവങ്ങളൊക്കെ നോട്ട് ഇൻട്രസ്റ്റഡ് ആക്കിയാണ്ട് വെക്കുക. അതുപോലെ അങ്ങനെ നമ്മളെ ബാഡ് ഹാബിറ്റിലേക്ക് നയിക്കുന്ന അക്കൗണ്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അൺഫോളോ ചെയ്യാം. ഇൻസ്റ്റഗ്രാം നല്ലൊരു ഓപ്ഷനാണ് നമ്മളെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും ക്രിയേറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാനും അതുപോലെ നല്ലൊരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്തെടുക്കാനും നല്ലൊരു മാർക്കറ്റിംഗ് ചെയ്യാനും ഇതിനൊക്കെ അടിപൊളി സംഭവമാണ് ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത്. പക്ഷെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാം. പല ബാഡ് ഹാബിറ്റ്സിലേക്കുള്ള ട്രിഗേഴ്സ് ഈ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഈസ് ദ 8th വൺ, ഫിക്സ് യുവർ മെൻ്റൽ ഹെൽത്ത് ആൻഡ് പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. മെൻ്റൽ ഹെൽത്ത് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുക? ഒബ്വിയസ്ലി നമ്മൾ ടെക്നോളജി വേൾഡിൽ നിന്ന് ഫുൾ സ്റ്റിമുലേഷൻ വേൾഡിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കൂടുതൽ റിയൽ ലൈഫ് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. അതുപോലെ മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ബീയിങ് പ്രസൻറ്റ്. അതായത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മൈൻഡും എൻ്റെ ബോഡിയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, എൻ്റെ ചിന്ത വേറെ എടുക്കും പോണില്ല. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോൻ്റെ സ്ക്രിപ്റ്റ് ചെയ്താണെങ്കിലും എൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ബുക്ക് വായിക്കുകയാണെങ്കിൽ നമ്മളെ ഫുൾ കോൺസെൻട്രേഷൻ അവിടെ ഉണ്ട്. അല്ലെങ്കിൽ വേറെ ലോട് സംസാരിക്കുമ്പോൾ ഫുൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മളെ ചിന്ത വേറെ ഒരിക്കലും പോകണില്ല, നമ്മൾ ഫുൾ കേൾക്കുന്നുണ്ട്. ഇതാണ് മൈൻഡ്ഫുൾനെസ്, ബീയിങ് പ്രസൻറ്റ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അവിടെ നമ്മളുണ്ട്, നമ്മളെ ചിന്തയൊക്കെ അവിടെ ഉണ്ട്, വേറെ നമ്മളെ തോട്ടിനെ വാണ്ടർ ചെയ്യാൻ അയക്കുന്നില്ല. ഈ മൈൻഡ്ഫുൾനെസ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ടെക്നിക്ക് പറയുന്നത് മെഡിറ്റേഷനാണ്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, അതിനെ ബ്രെത്തിൽ ഫോക്കസ് ചെയ്യുന്ന മെഡിറ്റേഷനൊക്കെ നമ്മളെ മൈൻഡ് ഇങ്ങനെ വീണ്ടും വാണ്ടർ ചെയ്യുമ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്കില്ലാണ്, നമുക്ക് പതുക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഡിച്ച് ദ ഫോൺ, എൻഗേജ് ഇൻ റിയൽ കോൺവെർസേഷൻ, റിയൽ സോഷ്യൽ കണക്ഷൻസ്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് through meditations or if any technique you find great, practice mindfulness. അടുത്താണ് ബീയിങ് ഗ്രേറ്റ്ഫുൾ എന്നുള്ളത്. നമ്മളെപ്പോഴും നമുക്ക് എന്താണോ ഇല്ലാത്തത്, മറ്റുള്ളവർക്ക് എന്താണോ ഉള്ളത്, നമുക്ക് എന്താണോ ഇല്ലാത്തത് എന്ന് ചിന്തിച്ചുകൊണ്ട് അതെങ്ങനെ നേടാം, ഇങ്ങനെയൊക്കെ ഫുൾ ഓവർ തിങ്കിങ് ആണ്. അതായത് എന്താണ് നമ്മളെ കയ്യിലില്ലാത്ത അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം ടെൻഷൻ അടിക്കാം. പക്ഷെ നമ്മൾ കാണുന്നില്ല
എന്ത് നമ്മുടെ കയ്യിലുള്ളത്, ഓൾറെഡി നമുക്ക് പടച്ചോൻ തന്നത്, ഓൾറെഡി നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഓൾറെഡി നമ്മുടെ കൂടെയുള്ള നമ്മളെ ഫാമിലി മെമ്പേഴ്സ്, ഓൾറെഡി നമുക്കുള്ള ഹെൽത്ത്, ഓൾറെഡി നമുക്കുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, ഓൾറെഡി നമുക്ക് എന്നും ഫുഡ് കിട്ടുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട്, ഇപ്പം ഇങ്ങനത്തെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ നമുക്കുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. നമ്മൾ എന്താണോ ഇല്ലാത്തത് അത് മാത്രമാണ്. അത് വേണം, അതുണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ പുതിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് പോണത്, അത് നേടണം എന്നുള്ളത്. പക്ഷേ ആ പോണ വഴിക്ക് ഓൾറെഡി ഉള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ബ്ലെസ്സിങ്സ് കാണാതെ പോകാൻ പാടില്ല. സോ ദ ബെസ്റ്റ് ഹാബിറ്റ് ടു സ്റ്റാർട്ട് ടു ബീയിങ് മോർ ഗ്രേറ്റ്ഫുൾ എന്ന് പറയുന്നത്, ആ പോസിറ്റീവ് തോട്ട്സുകൾ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു ബെസ്റ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇന്നോട്ട് തുടങ്ങാം. ഇനി ഇതാരും ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നോട്ട് തുടങ്ങാം. ജസ്റ്റ് ഒരു ബുക്ക്, ഒരു നോട്ട് ബുക്കോ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ജേർണൽ അതിനായിട്ട് വാങ്ങാം. സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും, ജേർണലായിട്ട് തന്നെ കിട്ടും. നോട്ട്സ് അല്ലെങ്കിൽ ജേർണൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 5 അല്ലെങ്കിൽ 3 കാര്യമെങ്കിലും എന്താണോ നിങ്ങൾക്ക് അന്നൊരു പോസിറ്റീവ് ആയിട്ട് തോന്നുന്നത്, നിങ്ങൾ താങ്ക്ഫുൾ ആയി തോന്നുന്നത്, അത് എഴുതുക. ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഫാദർ ഫോർ helping me to repair my cycle. I'm grateful for my mother for cooking us dinner. ഇങ്ങനെ എന്തും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ എന്തെങ്കിലും I am grateful for the person who created this mic so that I can record videos. ഇങ്ങനെ എന്തും ആയിക്കോട്ടെ, എന്താണോ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ളത് അത് നല്ല രീതിയിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സംഭവം ഉണ്ടാവും. അങ്ങനെ എന്നും ഒരു 3 സംഭവമെങ്കിലും ഉറങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ രാവിലെ എണീറ്റേക്കിനോ എഴുതി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഉറക്കത്തുനിന്ന് എണീറ്റു, എനിക്കൊരു കുഴപ്പമില്ല, ആരോഗ്യത്തിന് കുഴപ്പമില്ല, ഞാൻ ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്ന്, ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സോ അൽഹംദുലില്ലാ അല്ലെങ്കിൽ ഐ ആം ഗ്രേറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, എഴുതുക. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ റാൻഡ് ആയിക്കാണ്ട് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ നമ്മളെക്കാട്ടും ആരോഗ്യമില്ലാത്ത ഒരാൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും അസുഖം വന്നാൽ കൊണ്ടുള്ളൊക്കെ നമുക്ക് ഒരു ചിന്ത വരും, ഞാൻ ഭയങ്കര ഭാഗ്യവാനാണല്ലോ, എനിക്കിത് ദൈവം തന്നിട്ടുണ്ടല്ലോ എന്നുള്ളത്. സോ ദാറ്റ് ഈസ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തോട്ട്സ്, കുറച്ചുകൂടി പോസിറ്റീവ് തോട്ട്. അല്ലാതെ കൂടുതൽ നമ്മളെക്കാട്ടും കൂടുതലുള്ളവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ആ ഒരു ടോക്സിക് മൈൻഡിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനാണ് ഞാൻ പറയുന്നത് ഡു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, ബി മോർ ഗ്രേറ്റ്ഫുൾ. ദ ലാസ്റ്റ് വൺ ഈസ്, നിങ്ങൾ എന്താണോ നല്ല കാര്യങ്ങൾ പഠിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ലൈഫ് ഫിക്സ് ചെയ്യുന്നത്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു, നിങ്ങൾ ഫിസിക്കൽ ഹെൽത്ത് ഫിക്സ് ചെയ്തു, നിങ്ങളെ മെൻ്റൽ ഹെൽത്ത് ഫിക്സ് ചെയ്തു, മൈൻഡ്ഫുൾനെസ് നിങ്ങൾ റീഡ് ചെയ്യാൻ തുടങ്ങി, പോഡ്കാസ്റ്റുകൾ വാച്ച് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ബാഡ് ഹാബിറ്റ്സ് നിങ്ങൾ വിറ്റ് ചെയ്തു, ഇങ്ങനത്തെ ഫ്രണ്ട്സുകളെ നിങ്ങൾ ഒഴിവാക്കി, ഇങ്ങനെയൊക്കെ നിങ്ങളിങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയാണ്. അതേപോലെ തന്നെ നിങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരികയാണ്, നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഇവരൊക്കെ എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കുടുങ്ങി നടക്കുന്ന ആൾക്കാരുണ്ടാവും, ഭയങ്കര ഡൗൺവേർഡ് സ്പൈറലിൽ പോയി അടിയിൽ ഏറ്റവും ലോ ലെവലിൽ കിടക്കുന്ന ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടാവും, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇവരും കൂടി ഹെൽപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഡൗൺ സ്റ്റേജിലായപ്പോൾ അന്ന് ആക്നെയൊക്കെ വന്ന്, അതുപോലെ സ്കിന്നി ആയിരുന്നു, മെൻ്റൽ ഹെൽത്തും പ്രശ്നമായിരുന്നു, ഫിസിക്കൽ ഹെൽത്തും പ്രശ്നമായിരുന്നു, അതുപോലെയുള്ള എല്ലാം ഒരു ഡൗൺവേർഡ് ടൈമിൽ ഒന്നുമില്ലാത്ത സമയത്ത് അന്ന് പഠിച്ച് പിന്നെ ഞാൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു 2-3 കൊല്ലം ഞാനിങ്ങനെ കൺസിസ്റ്റൻ്റ് ആയി വന്നതിന് ശേഷം ഞാൻ പഠിച്ച കാര്യങ്ങൾ ഞാൻ വേറെയുള്ളവർക്ക് ഷെയർ ചെയ്യാണ് യൂട്യൂബിലൂടെ. ഇറ്റ് ഡസൻറ്റ് ഹാവ് ടു ബി നിങ്ങളിപ്പോൾ ഒരു വലിയൊരു ബിസിനസ് ലൈക്ക് ടെസ്ല അല്ലെങ്കിൽ നിങ്ങളൊരു സ്പേസ് എക്സ് പോലെ ഒരു ബിസിനസ് ബിൽഡ് ചെയ്തിട്ട് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കണ്ട. നമുക്ക് ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുമോ, എന്നാൽ ഈ ഡെസ്റ്റിനേഷനിൽ തന്നെ കുടുങ്ങി കിടക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ, അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ മൈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് ഈസ് ഹെൽപ്പ് അതേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് കൊണ്ടുവരണം എന്നല്ല ഞാൻ പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചിലപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാൽ നടക്കുന്നുണ്ടാവില്ല, ഒരു 2-3 ദിവസം നിങ്ങളപ്പോൾ നിൽക്കണ്ടാവും, പിന്നെ ഒരു പിന്നെയും കിട്ടിയും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈവെന്തോ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ആ സംഭവം തന്നെ ജീവിതത്തിൽ ഭയങ്കര ഉപകാരം ആവുന്ന ആൾക്കാർ, അത് വേണം എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, ലൈക്ക് ഐ ആം ഡൂയിങ് ഇൻ ദിസ് വീഡിയോ. ഈ ഒരു 10 സ്റ്റെപ്പ്, ഞാൻ പറഞ്ഞ 10 സ്റ്റെപ്പ് ഒന്ന് ജീവിതത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. ജസ്റ്റ് എക്സാക്ട്ലി വാട്ട് ദ 10 ആർ. ഇറ്റ്സ് ജസ്റ്റ് ബേസിക് സിമ്പിൾ സംഭവങ്ങളാണ്, ബട്ട് ദേ ആർ പവർഫുൾ. ഞാൻ എൻ്റെ ഒരു ബുക്ക് ഹൗ ടു ഫിക്സ് യുവർ ലൈഫ് എന്ന് പറഞ്ഞൊരു ബുക്ക്, അത് എക്സാക്ട്ലി ഇതിൻ്റെ സമ്മറി എന്നല്ല, അത് ഞാൻ കുറച്ച് മുമ്പ് എഴുതിയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു പേഴ്സണൽ സ്റ്റോറിക്ക് വെച്ചുകൊണ്ട്
കുറച്ചും കൂടി ഒരു 10-15 പേജ് ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. ഫ്രീ ആണ്, എമൗണ്ട് ഒന്നുമില്ല. അത് റീഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻസ്പിറേഷൻ കിട്ടും. I hope this is helpful for you guys. See you in the next video.